Once again, welcome back to KC's Classes. KC's Classesന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. This is Kiran CS. ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റി M.Com ഫസ്റ്റ് സെമസ്റ്റർ എക്സാംസ് നാളെ മുതൽ ആരംഭിക്കുകയാണ്. സോ നമ്മൾ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിന്റെ വീഡിയോ ഉറപ്പായും പ്രതീക്ഷിക്കുന്ന ഓരോ പാർട്ടുള്ള ചോദ്യങ്ങളുടെ ഡിസ്കഷൻ ഇതൊക്കെ ചെയ്തിട്ടുള്ളതാണ്. കാണാത്തവരുണ്ടെങ്കിൽ കാണാം. സ്മാർട്ട് സ്റ്റഡിക്ക് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. അത് മാത്രമല്ല, നമ്മൾ ഇന്നലെ മുതൽ എക്സാം റിലേറ്റഡ് ലൈവും ആരംഭിച്ചിട്ടുണ്ട്. ഇന്ന് അതിൻ്റെ അഡീഷണൽ സെഷൻസ് ഉണ്ടായിരിക്കുന്നതാണ്. എന്തായാലും എല്ലാവരും അറ്റൻഡ് ചെയ്യാം. ദെൻ നമ്മൾ എപ്പോഴും എക്സാമിന്റെ തലേ ദിവസം സ്റ്റുഡൻസിന് വേണ്ടി ചെയ്യുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയുള്ള ഒരു വീഡിയോ ആണ് ലാസ്റ്റ് ഡേ എക്സാമിനേഷൻ ടിപ്സ്. ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടിയാണെങ്കിലും ഒന്ന് പാസ് ആകണമെങ്കിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. വീട്ടിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത്, നമ്മുടെ സ്ഥാപനം ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റി M.Com എല്ലാ സെമസ്റ്ററിലെയും ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എല്ലാ പേപ്പേഴ്സിന്റെ ക്ലാസ്സസും അവൈലബിൾ ആണ്. നമ്മൾ ലൈവ് ക്ലാസ് ഗൂഗിൾ മീറ്റിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നു. വീഡിയോ ക്ലാസ്സിന്റെ റെക്കോർഡും ആക്സസ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും പഠിച്ച് ഡൗട്ട് ഉള്ളത് ചോദിക്കാനുള്ള അവസരം ഉണ്ടെന്നുള്ളതാണ്. ഇതുവരെയുള്ള നമ്മുടെ റിസൾട്ട്സ് ഒക്കെ സൂപ്പർ റിസൾട്ട്സ് ആണ് കേട്ടോ. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. നമ്മുടെ പ്രത്യേകത എന്ന് പറയുന്നത് കുറച്ച് സമയം കൊണ്ട് തന്നെ എൻറ്റയർ സബ്ജക്റ്റ് നല്ല രീതിയിൽ പഠിപ്പിച്ച് അവസാനിപ്പിക്കുക എന്നുള്ളതാണ്. ഓക്കെ, സോ നമുക്ക് ഏതെങ്കിലും സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ റിസർച്ച് മെത്തഡോളജി സബ്ജക്റ്റ് ആണ് നമ്മുടെ ആദ്യത്തെ പേപ്പർ വരുന്നത്. സോ വളരെ കൺവീനിയൻ്റ് ആയിട്ട് സ്കോർ ചെയ്യാൻ സാധിക്കുന്ന ഒരു സബ്ജക്റ്റ് തന്നെയാണ്. നമുക്കറിയാം, നമുക്ക് ടോട്ടൽ പാസ്സാകാൻ വേണ്ടത് 100-ൽ 35 മാർക്കാണ്. അതിൽ നമുക്ക് ഇന്റേണൽ ആയിട്ട് 30 മാർക്കിന്റെ അസൈൻമെന്റ് ഓൾറെഡി നമ്മൾ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ദെൻ ബാലൻസ് 70 മാർക്ക് എക്സാമിൽ നമുക്ക് മിനിമം പാസ് മാർക്ക് വേണ്ടത് അതിന്റെ 30% ആയിട്ടുള്ള 21 ആണ്. അപ്പോൾ 21 മാർക്സ് 70 മാർക്കിന്റെ എക്സ്റ്റേണൽ എക്സാമിലും വേണം. ബാലൻസ് ഇപ്പോൾ 30 മാർക്കിന്റെ അസൈൻമെന്റ് സബ്മിഷൻ, അതിൽ നിന്ന് നിങ്ങൾക്ക് എന്തായാലും ഒരു 15 മാർക്കിനേക്കാൾ എബവ് ഷുവർ ആയിട്ട് കിട്ടും. എന്താണ്, 2 അസൈൻമെന്റും കൂടിയിട്ട് മിനിമം പകുതിയെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ ഇന്റേണലും എക്സ്റ്റേണലും കൂടി എങ്ങനെ പുഷ്പം പോലെ പാസ്സാകാൻ സാധിക്കും, ഇതാണ് നമ്മൾ കാണാൻ പോകുന്നത്. സോ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടിക്കാണെങ്കിലും ഔട്ട് ഓഫ് 70 എങ്ങനെ 21 എബവ് സ്കോർ ചെയ്യാൻ സാധിക്കും, ഇതാണ് നമ്മൾ കാണാൻ പോകുന്നത്. നമുക്കറിയാം 3 പാർട്ടാണ് നമുക്ക് വരുന്നത്, ABC. സോ നമുക്കറിയാം നമുക്ക് 3 പാർട്ടാണ് വരുന്നത്. പാർട്ട് A 2 മാർക്സിന്റെ ചോദ്യങ്ങൾ, പാർട്ട് B 5 മാർക്സിന്റെ, ദെൻ പാർട്ട് C essay ചോദ്യങ്ങൾ. സോ ഇതിനു വേണ്ടിയിട്ട് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് പാർട്ട് എയും പാർട്ട് സിയും ആണ്. ഈ 2 പാർട്ടിന്റെയും പ്രത്യേകത, റിപ്പീറ്റ് ചോദ്യങ്ങൾ ഒരുപാട് വരുന്ന ഏരിയ ആണ്. ദെൻ എങ്ങനെ പോയാലും കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരുപാട് ചോദ്യങ്ങൾ വരുന്നതാണ്. എസ്പെഷ്യലി പാർട്ട് സിയിൽ നമുക്ക് 4 essay ചോദ്യങ്ങൾ ഉണ്ട്. അതിൽ 2 എണ്ണം എഴുതിയാൽ മതി. ഒരു ചോദ്യത്തിന് 15 മാർക്ക്. ദെൻ പാർട്ട് എയുടെ കേസിലോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് 8 ചോദ്യങ്ങൾ നൽകും. അതിൽ 5 എണ്ണം എഴുതിയാൽ മതി, ഒരെണ്ണത്തിന് 2 മാർക്ക്. ദെൻ നമുക്ക് പാർട്ട് ബിയിലേക്ക് പോകുമ്പോൾ 10 ചോദ്യങ്ങളുണ്ട്. അതിൽ 6 എണ്ണത്തിനാണ് ആൻസർ ചെയ്യേണ്ടത്. ഞാൻ ഈ പാർട്ട് എയുടെയും സിയുടെയും കാര്യങ്ങൾ പറഞ്ഞു. റിപ്പീറ്റ് ചോദ്യങ്ങൾ ഒരുപാട് ഉണ്ടെന്നുള്ളത്. സോ ആ റിപ്പീറ്റ് ചോദ്യങ്ങൾ 2 മാർക്കിന്റെ ഒക്കെ പഠിച്ച് അവസാനിപ്പിക്കണമെങ്കിൽ ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടിക്കാണെങ്കിലും ഈസിലി പോസിബിൾ ആണ്. ഞാൻ ഓൾറെഡി 2 മാർക്സിൽ റിപ്പീറ്റ് ആയിട്ട് വരുന്ന ചോദ്യങ്ങൾ അതിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് മാക്സിമം ഒരു 10 ചോദ്യങ്ങളൊക്കെ 10-15 ചോദ്യങ്ങൾ മാക്സിമം ഉണ്ടായിരിക്കും. അപ്പൊ ഈ ഒരു 10 ചോദ്യങ്ങൾ പഠിച്ച് അവസാനിപ്പിക്കാൻ ഏകദേശം 1 മണിക്കൂർ മതി. 2 മാർക്സിന്റെ ചോദ്യങ്ങളല്ലേ. അതിൽ നിന്ന് നമുക്ക് എങ്ങനെ പോയാലും ഇപ്പോൾ 8 എണ്ണത്തിൽ 5 എണ്ണം എഴുതണ്ടേ, നമുക്കൊരു 2-3 കിട്ടിയാൽ മതി. അവിടെ നിന്ന് തന്നെ ഒരു 6 മാർക്കായില്ലേ. അതുപോലെ തന്നെ എസ്സേയില് 2 ചോദ്യങ്ങളാണ് നമുക്ക് എഴുതണ്ടേ. ഒരു ചോദ്യത്തിന് 15 മാർക്കാ. നമുക്ക് അറിയുന്ന പോലെ നമ്മൾ 2 എസ്സേയും എഴുതിയിട്ട് രണ്ടും കൂടിയിട്ട് ഒരു 15 മാർക്ക് ലഭിച്ചാൽ തന്നെ ഒരെണ്ണത്തിനൊരു 7 മാർക്ക് 7.5 മാർക്ക്, പകുതി മാർക്ക് നമ്മൾ മിനിമം എക്സ്പെക്ട് ചെയ്യുന്നു. അപ്പോൾ ഏറ്റവും കൂടുതൽ വരുന്ന essay ചോദ്യങ്ങൾ ഏതാണ് എന്നുള്ളത് ഞാനിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അങ്ങനെ 2 എസ്സേയും കൂടിയിട്ട് നമുക്ക് 15 വേണ്ട, ഒരു 10 മതി. 2 എസ്സേയും കൂടി ഒരു 10 മാർക്കും. ദെൻ പാർട്ട് എയില് ഒരു 2 ചോദ്യങ്ങളോ 3 ചോദ്യങ്ങളോ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് ഒരു 6 മാർക്ക്, അപ്പോൾ തന്നെ 16ആയി. ദെൻ ഈ 2 പാർട്ടിലേക്കും വേണ്ടിയിട്ട് ഫോക്കസ് ചെയ്താൽ അതിലേക്കുള്ള പല ചോദ്യങ്ങളും നമുക്ക് പാർട്ട് ബിയിലും കാണാൻ സാധിക്കും. അപ്പൊ ഇങ്ങനെ പ്രതീക്ഷിക്കുന്ന കുറച്ച് ചോദ്യങ്ങളുടെ ഡീറ്റെയിൽസ് ഉണ്ട്.
ഇപ്പൊ നമ്മൾ പാർട്ട് സിയിൽ പ്രതീക്ഷിക്കുന്ന എസ് ചോദ്യങ്ങൾ 4 മിക്ക പേപ്പറിലും കണ്ടുവരുന്ന എസ് എന്ന് പറയുന്നത് എന്തായാലും നമുക്ക് സാമ്പിളിംഗ്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സാമ്പിളിംഗ് ഷുവർ ആയിട്ട് പ്രതീക്ഷിക്കാം. റിസർച്ച് റിപ്പോർട്ട് എന്താണ്, കണ്ടന്റ്സ് ഓഫ് റിസർച്ച് റിപ്പോർട്ട് വളരെ ഈസിയാണ്. ഇപ്പൊ പഠിക്കുന്ന കുട്ടിക്കാണെങ്കിലും വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്ന 2 ടോപ്പിക്കുകളാണ്. അത് മാത്രമല്ല നമുക്ക് ഡാറ്റനെ റിലേറ്റ് ചെയ്തിട്ട് എന്താണ് ഡിഫറെന്റ് സോഴ്സസ് ഓഫ് ഡാറ്റ, പ്രൈമറി ഡാറ്റ, അതിനെ പറ്റിയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് വരാറുണ്ട്. പ്രൈമറി ഡാറ്റയിലുള്ള ഒബ്സർവേഷനോ ഇന്റർവ്യൂയോ എസ്പെഷ്യലി ഒബ്സർവേഷനെ പറ്റിയിട്ട് ചോദിക്കാറുണ്ട്. പിന്നെ റിസർച്ച് എന്താണ്, റിസർച്ച് പ്രോസസ്സിനെ പറ്റിയിട്ട് ചോദിക്കാറുണ്ട്. ദെൻ റിസർച്ച് പ്രൊപ്പോസലിനെ പറ്റിയിട്ട് ചോദിക്കാറുണ്ട്. അപ്പോൾ ബേസിക് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പൊ നമ്മൾ ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കുന്നതും അതുപോലെ തന്നെ ഈസി ആയിട്ടുള്ള ടോപ്പിക് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു റിസർച്ച് റിപ്പോർട്ട്, സാമ്പിളിംഗ് ആണ്. പിന്നെ ബാക്കി വരുന്ന ഏരിയ ഈ പറയുന്ന പ്രൈമറി ഡാറ്റ, സെക്കൻഡറി ഡാറ്റ, അതുപോലെ തന്നെ പ്രൈമറി ഡാറ്റ കളക്ഷൻ മെത്തേഡ്സ് അതും ഈസിയാണ്. അത് ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടിക്കാണെങ്കിലും പഠിച്ച് അവസാനിപ്പിക്കാൻ പറ്റും. ഇനി കുറച്ചും കൂടിയും ടൈം എടുത്ത് പഠിക്കേണ്ട ടോപ്പിക്കുകളാണ് റിസർച്ചിന്റെ പ്രോസസ്സ്, മെഷർമെന്റ് ഓഫ് സ്കെയില്, റിസർച്ച് പ്രപ്പോസൽ എന്നൊക്കെ പറയണത്. അത് നിങ്ങളുടെ ടൈമിന്റെ ബേസിൽ നിങ്ങൾ പഠിക്കുക. അപ്പൊ മിനിമം നമുക്ക് ഈ 2-3 ടോപ്പിക്കുകൾ പഠിച്ച് അവസാനിപ്പിച്ചാൽ തന്നെ അതിൽ നിന്ന് നിങ്ങൾക്ക് എസ് സ്കോർ ചെയ്യാൻ സാധിക്കും. ഇനി നമുക്ക് നെക്സ്റ്റ് 2 മാർക്സിന്റെ ഏരിയയിലോട്ട് പോകുമ്പോൾ ഞാൻ പറഞ്ഞു 8 5 എഴുതിയാൽ മതി. നമുക്ക് 2-3 മിനിമം കിട്ടാൻ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട കുറച്ച് ബേസിക് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇപ്പൊ റിസർച്ച് എന്താണ്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് റിസർച്ചിലെ ഏതെങ്കിലും ഒരെണ്ണം 2 മാർക്സിന് വരുന്നതാണ്. അപ്ലൈഡ് റിസർച്ചോ ഫണ്ടമെന്റൽ റിസർച്ചോ ഇപ്പോ ഈ പറഞ്ഞ ബേസിക് റിസർച്ച്, ഡിസ്ക്രിപ്റ്റീവ്, അനലറ്റിക്കൽ, പലതരത്തിലുള്ള റിസർച്ചിൽ ഏതെങ്കിലും ഒരെണ്ണം എപ്പോഴും വരുന്നതാണ്. അതുപോലെ തന്നെ ഡിഡക്ഷൻ എന്താണ്, ഇൻഡക്ഷൻ എന്താണ്, റിസർച്ച് പ്രോബ്ലം എന്താണ്, റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ എന്താണ്, സാമ്പിളിംഗ് എന്താണ്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സാമ്പിളിംഗിൽ ഏതെങ്കിലും ഒരെണ്ണം. ഇപ്പൊ ക്ലസ്റ്റർ സാമ്പിളിങ്ങോ മൾട്ടി സ്റ്റേജ് സാമ്പിളിങ്ങോ അതുപോലെ തന്നെ ക്വാട്ട സാമ്പിളിംഗ്, കൺവീനിയൻസ് സാമ്പിളിംഗ്, സ്നോബോൾ സാമ്പിളിംഗ്, അതിൽ ഏതെങ്കിലും ഒരെണ്ണം. പ്രൈമറി ഡാറ്റ എന്താണ്, സെക്കൻഡറി ഡാറ്റ എന്താണ്, ദെൻ ഒബ്സർവേഷൻ എന്താണ്, അതുപോലെ തന്നെ ക്വസ്റ്റിനെയർ എന്താണ്, ഷെഡ്യൂൾ എന്താണ്, അതുപോലെ തന്നെ റിപ്പീറ്റ് ആയിട്ട് കാണുന്നതാണ് ക്വസ്റ്റ്യൻസ് എന്താണ്, ക്വസ്റ്റ്യൻസിലെ ഡിഫറെന്റ് ടൈപ്സ്, ഓപ്പൺ എൻഡഡ്, ക്ലോസ് എൻഡഡ്, ഡിക്കോട്ടമസ് ക്വസ്റ്റ്യൻസ് അതിനെ പറ്റിയിട്ട് കാണാറുണ്ട്. പിന്നെ മെഷർമെന്റ് ഓഫ് സ്കെയില്, അതിൽ ലിക്വിഡ് സ്കെയിൽ എന്താണ്, അതുപോലെ തന്നെ നമുക്ക് മെഷർമെന്റ് ഓഫ് സ്കെയിലിൽ ഓർഡിനൽ സ്കെയിൽ, നോമിനൽ സ്കെയിൽ, ഇന്റർവൽ സ്കെയിൽ, റേഷ്യോ അതിനെ പറ്റിയിട്ട് കാണാറുണ്ട്. ദെൻ മിക്ക പേപ്പറിലും കാണാറുള്ളതാണ് റിപ്പോർട്ട് എന്താണ്, റിസർച്ച് റിപ്പോർട്ടിലെ ഡിഫറെന്റ് ടൈപ്സിൽ ഏതെങ്കിലും ഒരെണ്ണം. പോപ്പുലർ റിപ്പോർട്ട്, ടെക്നിക്കൽ റിപ്പോർട്ട്, ഇന്ററിം റിപ്പോർട്ട്, പിന്നെ ബിബ്ലിയോഗ്രഫി എന്താണ്, റെഫറൻസ് എന്താണ്, പ്ലേജറിസം എന്താണ്, ദെൻ അതുപോലെ തന്നെ ഫുഡ് നോട്ട് എന്താണ്. ഇതൊക്കെ നമുക്ക് 2 മാർക്കിന്റെ ലാസ്റ്റ് ചാപ്റ്ററിൽ കണ്ടുവരാറുള്ളതാണ്. പിന്നെ ഡാറ്റയില് തന്നെ ഡാറ്റ അനാലിസിസിലുണ്ട് ബൈവേരിയറ്റ് അനാലിസിസ്, യൂണിവേരിയറ്റ് അനാലിസിസ്, അങ്ങനെ അനാലിസിസ് ഓഫ് ഡാറ്റയിലെ ഏതെങ്കിലും ഒരെണ്ണത്തിനെ പറ്റിയിട്ട് 2 മാർക്സിൽ കാണാറുള്ളതാണ്. അതുപോലെ തന്നെ പോപ്പുലേഷൻ എന്താണ്, സാമ്പിൾ എന്താണ്, സാമ്പിളിംഗ് എന്താണ്, സെൻസസ് എന്താണ്, സെൻസസ് സർവേനെ പറ്റിയിട്ട് ചോദിക്കാറുണ്ട്. സാമ്പിളിംഗ് യൂണിറ്റ് എന്താണ്, സാമ്പിൾ സൈസ് എന്താണ്, ദെൻ റിസർച്ച് ഡിസൈൻ എന്താണ്, ഹൈപ്പോത്തിസിസ് എന്താണ്, നൾ ഹൈപ്പോത്തിസിസ് എന്താണ്, ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തിസിസ് എന്താണ്, അതിലേതെങ്കിലും ഒരെണ്ണം. റിസർച്ച് ഡിസൈനെ പറ്റിയിട്ട് പലപ്പോഴും കാണാറുള്ളതാണ്. വാരിയബിൾ എന്താണ്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് വാരിയബിള്, ഈ പറയുന്ന ഇൻഡിപെൻഡന്റ് വാരിയബിൾ, ഡിപെൻഡന്റ് വാരിയബിൾ, എക്സ്ട്രേനിയസ് വാരിയബിൾ, ഇതിലേതെങ്കിലും ഒരെണ്ണം. ഇങ്ങനെ 2 മാർക്കിന്റെ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു 10-12 ചോദ്യങ്ങളുണ്ട്. ഇതിൽ നിന്ന് നമുക്ക് 2-3 മിനിമം കിട്ടിക്കഴിഞ്ഞാൽ തന്നെ അപ്പോൾ തന്നെ ഒരു 5-6 മാർക്കായി. സോ നമുക്ക് എസ് ഐയിൽ നിന്നൊരു 10 മാർക്ക്, 30 മാർക്ക് 2 എസ് ഐ കിട്ടേണ്ടതാണ് മാക്സിമം. അതിൽ നിന്നൊരു 10 മാർക്കും ഈ പറയുന്ന 2 മാർക്കിന്റെ 2-3 കിട്ടിക്കഴിഞ്ഞാൽ തന്നെ ഒരു 5-6 മാർക്ക് ആയാൽ തന്നെ അവിടെ 16 മാർക്കായി. ഇനി ഈ 2 പാർട്ടിലോട്ട് നമ്മൾ ഫോക്കസ് ചെയ്താൽ സി ആവട്ടെ എ ആവട്ടെ അതിലെ പല ചോദ്യങ്ങളും നമുക്ക് പാർട്ട് ബിയിൽ കാണാൻ സാധിക്കും. 10 ചോദ്യങ്ങളിൽ നമുക്ക് 6 ചോദ്യങ്ങളാണ് ആൻസർ ചെയ്യേണ്ടത്. ഓപ്ഷൻസ് അഡീഷണൽ 4 ഉണ്ട്. സോ നമുക്ക് അറിയുന്ന പോലെ ആ ചോദ്യങ്ങൾ കൂടി ആൻസർ ചെയ്താൽ ഞാൻ പറഞ്ഞു ഇതിൽ കാണുന്ന പല ക്വസ്റ്റ്യൻസും പാർട്ട് ബിയിൽ കാണാൻ സാധിക്കുന്നുള്ളത്. ഞാൻ പാർട്ട് സിയിലേക്കും എയിലേക്കും പറഞ്ഞ പല കാര്യങ്ങള്, ഇപ്പൊ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് റിസർച്ചിനെ പറ്റിയുള്ള ചോദ്യങ്ങള്, സോഴ്സസ് ഓഫ് ഡാറ്റ, ഈ റിസർച്ചിന്റെ പ്രോസസ്സ്, ഇപ്പോ ഈ പറയുന്ന ഷെഡ്യൂളും ക്വസ്റ്റ്യനും തമ്മിലുള്ള ഡിഫറൻസ്, റിസർച്ച് റിപ്പോർട്ടിനെ പറ്റിയുള്ള കാര്യങ്ങൾ, അനാലിസിസ് ഓഫ് ഡാറ്റ ഞാൻ പറഞ്ഞു, ഇന്റർവ്യൂ എന്താണ്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഇന്റർവ്യൂ, ഒബ്സർവേഷൻ എന്താണ്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഒബ്സർവേഷൻ, അതുപോലെ തന്നെ മെഷർമെന്റ് ഓഫ് സ്കെയിൽ എന്താണ്,
ഈ ഓർഡിനൽ ഇന്റർവെൽ അങ്ങനത്തെ ഡിഫറെന്റ് ടൈപ്സ് പറഞ്ഞില്ലേ, ആ ചോദ്യങ്ങള്. സാമ്പിളിംഗ് എന്താണ്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സാമ്പിളിങ്, ഏതെങ്കിലും ഒരു സാമ്പിളിങ്ങിനെ പറ്റിയിട്ട് അതിന്റെ അഡ്വാൻറ്റേജ് ഡിസഡ്വാൻറ്റേജ്, അതുപോലെ തന്നെ പ്ലേജറിസം എന്താണ്, ദെൻ എറർ, സാമ്പിളിംഗ് എറർ എന്താണ്, നോൺ സാമ്പിളിംഗ് എറർ എന്താണ് എന്ന് പറഞ്ഞാൽ പാർട്ട് എക്കും സിക്കും വേണ്ടിയിട്ട് പറഞ്ഞ പല ചോദ്യങ്ങളും അതുപോലെ തന്നെ നമുക്ക് പാർട്ട് ബിയിൽ പ്രതീക്ഷിക്കാം. അപ്പോൾ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടിയാണെങ്കിലും ഞാൻ ഈ പറഞ്ഞ രീതിയിൽ നിങ്ങളുടെ പഠനം ഒന്ന് ഫ്രെയിം ചെയ്യുകയാണെങ്കിൽ പുഷ്പം പോലെ പാസ്സാകാൻ സാധിക്കും. ഓൾറെഡി എൻ്റെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിൻ്റെ വീഡിയോ ഒക്കെ കേട്ട് ഉറപ്പായും പ്രതീക്ഷിക്കുന്ന ചോദ്യങ്ങളുടെ ഡിസ്കഷനൊക്കെ കേട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടിക്കാണെങ്കിൽ എബവ് 80-85% ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റും. ഞാൻ ഈ ഒരു സ്ട്രാറ്റജി അപ്ലൈ ചെയ്യാൻ പറഞ്ഞത് ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടിയാണെങ്കിലും നാളെ ഒന്ന് പാസ്സാകണമെങ്കിൽ മിനിമം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളിലോട്ട് പോകുക. എന്ത്, എസ്സേയിലേക്ക് നമുക്ക് വരുന്ന കുറച്ച് ഏരിയസ് പറഞ്ഞു, അത് പഠിക്കുക. അതുപോലെ തന്നെ പാർട്ട് എയിലത്തെ 2 മാർക്സിന്റെ. അപ്പൊ ഈ 2 പാർട്ട് പഠിക്കാൻ ഈസിയാണ്. ഓക്കെ, ദെൻ ഇതിലേക്ക് രണ്ടും ഫോക്കസ് ചെയ്താൽ തന്നെ പല ചോദ്യങ്ങളും നമുക്ക് ബീക്കിങ് കിട്ടും. അങ്ങനെ നമുക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, മോർ ദാൻ 35 ഔട്ട് ഓഫ് 100 സ്കോർ ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും കോൺഫിഡൻ്റ് ആയിട്ട് ഇരിക്കുക. ആരും എക്സാം എഴുതാതിരിക്കരുത്. കറക്റ്റ് സമയത്ത് എക്സാം ഹോളിൽ ചെന്ന് നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്ത് നല്ല മാർക്ക് മേടിക്കാൻ എല്ലാവരും ട്രൈ ചെയ്യുക. നമ്മൾ അതിന് വേണ്ടിയിട്ട് എക്സാം റിലേറ്റഡ് ലൈവ് എന്ന് കൂടുതൽ സമയം വെക്കുന്നുണ്ട്. 4 മണിക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ എല്ലാ സംശയങ്ങൾക്കുള്ള മറുപടിയും നമ്മൾ ലൈവിലൂടെ നൽകുന്നതായിരിക്കും. അപ്പോൾ ക്ലാരിറ്റി കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. സോ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക, അതിനുള്ള മറുപടി ഞാൻ വീഡിയോസിലൂടെ നൽകുന്നതായിരിക്കും. സോ നാളെ എക്സാമിന് ശേഷം എക്സാം റിവ്യൂ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവരും ലൈവിലേക്ക് 4 മണിക്ക് കറക്റ്റ് സമയത്ത് അറ്റൻഡ് ചെയ്യാം കേട്ടോ. സോ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു ആൻഡ് ഓൾ ദി വെരി ബെസ്റ്റ്.